ഹലോ. ജപ്പാനിലിപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ മെലൺ വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ദാ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവേ. എന്തിനങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ വേഗം ഇളക്കി കളയും. എന്നിട്ട് അടിഭാഗവും കൂടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വെറുതെ എടുക്കുക, കഴിക്കുക. എളുപ്പമാണ്. നമുക്ക് കുരു മാറ്റി കളഞ്ഞ് കഷ്ടപ്പെടണ്ട. ഇതുപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതുപോലെ എനിക്ക് വാട്ടർ മെലൺ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എങ്ങനെ കഴിക്കുന്നതാണോ, ഞാൻ ഇങ്ങനെ വാട്ടർ മെലൺ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുവേ. കട്ട് ചെയ്തതിന് ശേഷം ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് കട്ട് ചെയ്തിടും. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും. പഞ്ചസാര കുറച്ച് മതി കേട്ടോ. എന്ന് വെച്ചാൽ വാട്ടർ മെലൺ ഓൾറെഡി മധുരം കാണുമല്ലോ, നോക്കിയിട്ടിടണേ. ഈ വാട്ടർ മെലൺ ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചസാര ഇച്ചിരി കൂടിപ്പോയി. ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ നല്ല സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വാട്ടർ മെലണിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഈ പീസസ് അതിലിങ്ങനെ മുങ്ങിക്കിടക്കും. ആ ഒരു പരുവം. അതിനുശേഷം നമ്മളിതിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കഴിക്കണം. എൻ്റെ പൊന്നു, ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി വാട്ടർ മെലൺ കഴിക്കുന്നതിനേക്കാളും എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇതുപോലെ കഴിക്കുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ.